എന്റെ രാവണൻ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ധ്രുവന്റെ കാതുകളിൽ ദുർഗയുടെ അലരിക്കരച്ചിൽ കേട്ടതും തന്റെ ഇരു കണ്ണുകൾ ഇറുകെ അടച്ചു. നിരഞ്ജൻ ധ്രുവനെ നോക്കി. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന് പകരം രക്തം വരുന്ന പോലെ തോന്നി അവന്. അപ്പോഴും നിരഞ്ജന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് കൊടുങ്കാറ്റിനുമുള്ള ശാന്തതയാണെന്ന്. അവളുടെ കഴുത്തിൽ നിന്ന് മുഖമെടുത്തും ഇന്ദ്രൻ അവന്റെ അടുത്തേക്ക് വന്നു. അല്പനേരം കാത്തിരിക്കും ജിതേന്ദ്ര. ഇനിയുള്ള രാവും പകലുകളും നമുക്കുള്ള സദ്യ തന്നെയല്ലേടായുള്ളത്. ഇരുവരുടെയും പൊട്ടിച്ചിരി കേട്ട് ബാക്കിയുള്ളവരും ചിരിച്ചു. എന്നാ മോളെ, ഇനി അധികം വൈകിക്കണ്ട. ഇതവന്റെ ശരീരത്തിലേക്ക് കടത്തിയ അതോടെ തീരും ധ്രുവാൻ ഷോർമ എന്ന കോമ്പൻ. ധ്രുവൻ ചന്ദ്രഹാസനെ മിഴിച്ചിമാ നോക്കി നിന്നു. എന്താടാ ചെക്കാ നോക്കുന്നേ? നിന്റെ തന്തയെ വെട്ടിമാറ്റിയ ഞങ്ങൾക്ക് നീ വെറൊരു പുഴു മാത്രമാടാ. പറഞ്ഞുകൊണ്ട് സിറിഞ്ചെടുത്ത് അവന്റെ അടുത്തേക്ക് നടന്നു. ഒന്ന് നിൽക്കി ചന്ദ്രേട്ടാ. സരസ്വതി പുറകിൽ നിന്ന് വിളിച്ചതും എന്താണെന്ന ഭാവത്തോടെ നോക്കി എല്ലാവരും. എന്റെ മനസ്സിൽ ഞാനെടുത്തൊരു പ്രതിജ്ഞയുണ്ട്, അതുകൂടെ നടപ്പിലാക്കട്ടെ ചന്ദ്രേട്ടാ. എന്താ സരസ്വതി, എന്താ ഇനി ബാക്കി? ഈ നാശം പിടിച്ചവരുടെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലി അത് അവന്റെ കൈകൊണ്ട് തന്നെ അഴിച്ചു മാറ്റിക്കണം. എന്നിട്ട് നമ്മുടെ മോളുടെ കഴുത്തിൽ ചാർത്തിക്കണം. അവന്റെ സ്വഭാവത്തിൽ തന്നെ അവനെ കൊണ്ട് അത് ചെയ്യിക്കണം എനിക്ക്. സരസ്വതിയുടെ വാക്കുകൾ കേൾക്കെ ദുർഗ ഞെട്ടിത്തെരിച്ച് അവരെ ഉറ്റുനോക്കി. അതോടൊപ്പം തന്നെ കഴുത്തിലെ താലിയിൽ മുറുകെ പിടിച്ചു അവൾ. അയ്യോ മോനെ, വേണ്ട, ചെയ്യരുത്. ഈ അമ്മയുടെ ചെയ്യുമ്പോൾ എന്റെ മോനെ ചെയ്യരുത്. മഹാലക്ഷ്മി ധ്രുവനെ നോക്കി കരഞ്ഞു പറഞ്ഞു. സരസ്വതി ദേഷ്യത്തോടെ വന്ന് മഹാലക്ഷ്മിയുടെ ഇരുകവിളിലും മാറി മാറി അടിച്ചു. അപ്പോഴൊരു ഭാവമാറ്റമില്ലാതെ ഓരോരുത്തരെയും നോക്കി നിന്നവൻ. ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ പറയുന്നതോടൊപ്പം സരസ്വതിയുടെ ചെറിയ ബ്ലേഡ് എടുത്ത് മഹാലക്ഷ്മിയുടെ കയ്യിൽ ചെറുതായി വരഞ്ഞു. പറഞ്ഞേ ചെയ്യടാ, ഇല്ലേ നിന്റെ അമ്മയുടെ ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. വീണ്ടും മഹാലക്ഷ്മിയുടെ കൈകളിൽ വരഞ്ഞു. മഹാലക്ഷ്മിയുടെ കൈകളിൽ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട് ധ്രുവൻ പതിയെ ദുർഗയുടെ അടുത്തേക്ക് നടന്നു. വേണ്ട കണ്ണീട്ട, വേണ്ട. വിതുമ്പിക്കൊണ്ട് തന്റെ താലി അഴിക്കില്ലെന്ന ഭാഗത്തോടെ അവൾ തലയാട്ടി തന്റെ താലിയിൽ ഇറുകെ പിടിച്ചു. മോനെ വേണ്ട, അരുത്, കണ്ട കണ്ട. മഹാലക്ഷ്മി തന്റെ വേദനകളെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദുർഗയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ധ്രുവൻ അവളുടെ താലിയിൽ പിടിമുറുക്കി. വേണ്ട എന്നർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടി ഇരുഭാഗത്തേക്കും തലയാട്ടി. ദുർഗ മഹാലക്ഷ്മിയെ നോക്കി. അവരുടെ കൈകളിൽ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ടതും അവരുടെ കൈകൾ താലിൽ നിന്നും പതിയെ ഉയർന്ന് താഴേക്ക് വന്നു. തന്റെ കഴുത്തിൽ നിന്നും താലി അഴിച്ചു മാറ്റുന്ന ധ്രുവനെ നിർവികാരതയോടെ നോക്കി ദുർഗ. ഒന്ന് ചലിക്കാൻ കഴിയാതെ പ്രതിമ കണക്കെ ധ്രുവന്റെ മുഖത്തേക്കും അവന്റെ കയ്യിൽ കിടക്കുന്ന തന്റെ താലിയിലേക്കും നോക്കി നിന്നു. എല്ലാം കണ്ടു നിൽക്കുന്ന നിരഞ്ജൻ ധ്രുവന്റെ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നു. അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകുന്ന പോലെ അവൻ അറിഞ്ഞില്ല. കാർത്തിക ഈ ലോകം കൈക്കുള്ളിലാക്കിയ സന്തോഷത്തോടെ താലിയും പിടിച്ച് തന്റെ അടുത്തേക്ക് വരുന്ന ധ്രുവനെ പുഞ്ചിരിയോടെ നോക്കി നിന്നു. ധ്രുവാൻഷിന്റെ ഓരോ ചൂടുകളും അവൾക്കടുത്തേക്ക് അടുത്തു. ദുർഗയ്ക്ക് തന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നി. ഇനിയൊന്നും തനിക്ക് കാണാൻ ശേഷിയില്ലാത്ത പോലെ ദുർഗ ബോധമറ്റ് നിലത്തേക്ക് വീണു. മഹാലക്ഷ്മി ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ തന്റെ മകനെ തന്നെ ഉറ്റുനോക്കി. എന്നാൽ അപ്പോഴും അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കാർത്തികയുടെ അടുത്തെത്തിയതും ധ്രുവന്റെ കണ്ണുകൾ ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് പായിച്ചു. ശേഷം കാർത്തികയെ നോക്കിയൊരു പുഞ്ചിരിയോടെ താലിയുടെ കഴുത്തിലേക്ക് നീട്ടി. ആ നിമിഷം അവളുടെ കണ്ണുകൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി. കണ്ണുകൾ അടച്ച ആ താലിയെ ഏറ്റുവാങ്ങാൻ നിന്നതും കാർത്തികയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. ധ്രുവൻ ആ താലിയുടെ കഴുത്തിൽ കുരുക്കുപോലെ മുറുക്കി. അയ്യോ എന്റെ മോള്, എടാ! സരസ്വതിയും ചന്ദ്രഹാസനും ഒരു നിമിഷത്തെ പകപ്പിൽ നിന്ന് പോയതും ജനൽപ്പാളുകൾക്കിടയിലൂടെ ഒരു പുക വന്ന ആ റൂമിലാകെ നിറഞ്ഞു. അത് ശ്വസിച്ച സെക്കൻഡ് കൊണ്ട് എല്ലാവരും ബോധം മറിഞ്ഞ് വീണിരുന്നു. ദുർഗ പതിയെ തന്നെ കണ്ണുകൾ വലിച്ചുറക്കാൻ ശ്രമിച്ചു. മണ്ണിലേക്ക് തട്ടുന്ന വെളിച്ചം കണ്ണുകൾ വീണ്ടും ഇറുക്കി അടച്ച് പതിയെ തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി. താനിത് എവിടെയാണ്? ചുറ്റും പതിയെ നോക്കിയതും ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി. ചേച്ചി, തൊട്ടടുന്ന് വിളിയേട്ടതും ദുർഗ പതിയെ തലയിരിച്ച് നോക്കി. വരുണി ചേച്ചി, ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ? വരുണി, അമ്മ, കണ്ണേട്ടൻ വെപ്രാളത്തോടെ ചോദിച്ചെങ്കിലും തന്റെ കഴുത്തിലെ താലി അഴിച്ച് കാർത്തികയുടെ അടുത്തേക്ക് പോകുന്ന ധ്രുവന് ഓർമ്മയിൽ തെളിഞ്ഞതും പിന്നെയൊന്നും ചോദിക്കാതെ നിറഞ്ഞ മിഴികളോടെ തിരിഞ്ഞു കിടന്നു. എന്റെ ചേച്ചി ടെൻഷനാവേണ്ട, അമ്മ അടുത്ത മുറിയിലുണ്ട്, അവിടെ നന്ദിതാമിയുണ്ട്. നിരഞ്ജേട്ടനും ധ്രുവേട്ടനും കുറച്ചു മുമ്പ് ബോധം വന്നേ, അപ്പൊ തന്നെ എഴുന്നേറ്റ് പോയി. വരുണി പറയുന്നേട്ട് ദുർഗ അവിടെ നോക്കി നെറ്റി വിളിച്ചു. അപ്പൊ അവിടെ പിന്നെന്താ സംഭവിച്ചേ? ദുർഗ എന്താണെന്ന് സംഭവിച്ചെന്നറിയാതെ സ്വയം ചിന്തിച്ചിരുന്നു. അമ്മയോട് ചോദിക്കാം. വരുണി നിക്ക്, അമ്മയുടെ മുറിയിലേക്ക് പോകണം. അയ്യോ ചേച്ചി, ഇതേ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് പോവാം. ആരോ ചേച്ചി ഇങ്ങനെ ചേച്ചി അടിച്ച്, ഈ കവിള് കണ്ടില്ലേ? വിതുമ്പിക്കൊണ്ട് പറഞ്ഞു വരുണി. അതൊന്നും സാറില്ല മോളെ, ചേച്ചി വന്നില്ലേ, മോള് കരയണ്ട. ചേച്ചി പിന്നെ സുഭദ്രപ്പച്ചെല്ലാം പറഞ്ഞു, ചേച്ചിയെ കാണാനില്ലാത്ത അന്നോട്ട് ജലപാനം പോലും ഇല്ലാതെ മുറിയിൽ ഒരേ ഇരിപ്പാ. ദുർഗക്ക് അവരുടെ പേര് കേട്ടപ്പോഴേ ദേഷ്യം വന്നു. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവർ. ചേച്ചി, സുഭദ്രപ്പച്ചി പാവേച്ചി നിവൃത്തിയിട്ടുണ്ട് ചെയ്തു പോയതാ. ആ സേതു അപ്പച്ചി സ്വന്തം അനിയത്തിയുടെ മക്കളാണെന്ന് പോലും നോക്കാതെ മാളും ഗോപും കുളിക്കുന്ന വീഡിയോ ക്യാമറയിൽ പകർത്തി
അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചാ ചേച്ചി. വരുണി പറയുന്ന കേട്ട് ദുർഗയ്ക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. നീ പറയുന്ന സത്യമാണോ വരുണി? ഞാനെന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നത്? പാവം ചേച്ചിയെ കാണാതായപ്പോൾ എല്ലാം ധ്രുവേട്ടനോട് പറഞ്ഞ് പൊട്ടിക്കറിയായിരുന്നു. ദുർഗയ്ക്ക് സുഭദ്രയോർത്ത് വല്ലാത്ത വിഷമം തോന്നി. അവരോട് ആ നിമിഷം വരെ തോന്നിയിരുന്ന വെറുപ്പ് അലിഞ്ഞു പോകുന്ന പോലെ തോന്നി അവൾക്ക്. അല്പനേരം കൂടെ ഒന്ന് മയങ്ങി ദുർഗ. ഉണർന്ന ശേഷം പതിയെ വരുണിയുടെ കൂടെ മഹാലക്ഷ്മി കിടക്കുന്ന റൂമിലേക്ക് പോയി. ബെഡിൽ കിടക്കുന്ന മഹാലക്ഷ്മിയെ നോക്കി. അവരുടെ മുറികളെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അമ്മേ. ദുർഗയുടെ വിളി കേട്ട് പതിയെ കണ്ണു തുറന്നു നോക്കി മഹാലക്ഷ്മി. ആ മോളെ. അമ്മേ വിളിക്കുന്നതോടൊപ്പം വിതുമ്പി അവൾ. എന്തിനാ അമ്മയുടെ മോള് കരയുന്നു? എൻ്റെ മോൾ അവരൊരുപാട് നോവിച്ചു അല്ലേ? സാരല്ല അമ്മേ, എന്നാലും രക്ഷപ്പെട്ടല്ലോ. അമ്മേ ശരിക്കും എന്താ അവിടെ ഉണ്ടായി? മഹാലക്ഷ്മി അവളെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ മകനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മോളെ. അവൻ നിന്റെ കഴുത്തിലെ താരി എടുത്ത് നീക്കിയപ്പോൾ പതിരിപ്പോയതാ ഞാൻ. എന്നാൽ പിന്നീട് അവിടെ നടന്ന് എന്നെ ഏറെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ താലി അവൻ അവളിൽ ചാർത്തിയില്ല. പകരം ഒരു കുരുക്കാക്കി അവളിലെ ശ്വാസത്തെ വലിച്ചെടുക്കാൻ മാത്രം അവൻ നോക്കിയത്. സാരല്ല അമ്മേ, എന്നാലും രക്ഷപ്പെട്ടല്ലോ. മഹാലക്ഷ്മി പറയുന്ന കേട്ട് ദുർഗക്ക് അത്രയും സമയം തന്നിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം അരിഞ്ഞു പോകുന്ന പോലെ തോന്നി. അമ്മേ കണ്ണേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല മോളെ, വന്നിട്ടില്ല. ബോധം വന്ന ഉടനെ അവിടുന്ന് രണ്ടുപേരും പോയി എന്നാണ് നന്ദിത പറഞ്ഞു. ദുർഗ ഒന്ന് ഇടിവീർപ്പെട്ടു. വരുണിയുടെ ഫോൺ വാങ്ങി. അതിൽ നിന്നും ധ്രുവന്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ കോൾ എടുത്തില്ല. 3-4 പ്രാവശ്യം കോൾ ചെയ്ത് നോക്കിയെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴും കോൾ എടുത്തില്ല. ഇനി വരുമ്പോൾ കാണാമെന്ന് കരുതി അവൾ ആ മുറിയിൽ തന്നെ ഇരുന്നു. ദുർഗ തറവാടിന്റെ പടികൾ കയറിയതും ദേവും ആളും ഗോപു ഓടി വന്നു. ഇന്നലെ മുഴുവൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ധ്രുവനെയും നിരഞ്ജനെയും പിന്നെ ഹോസ്പിറ്റലിലേക്കോ അവരുടെ ഫോൺ കോൾ പോലും കണ്ടിട്ടില്ല. ചേച്ചി, ദുർഗേച്ചി. അവളുടെ കവിളിലെ മുറിവുകളെല്ലാം കണ്ട് എല്ലാവർക്കും വല്ലാത്ത വേദന തോന്നി. ദുർഗ അകത്തേക്ക് നോക്കി. മുത്തശ്ശിയും മുത്തശ്ശിയെല്ലാം അടുത്തുണ്ട്. സുഭദ്ര അപ്പച്ചിയെ കാണുന്നില്ല. ദുർഗയുടെ തിരക്കിയുള്ള നോട്ടം കണ്ട് ഗോപുവും ആളും അവളുടെ കൈകളിൽ പിടിച്ചു. ചേച്ചി, ഞങ്ങളുടെ അമ്മയെ വെറുക്കല്ലേ. ഒരു പാവ ചേച്ചി. അമ്മ ചെയ്തതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കാം ചേച്ചിയോട്. ഞങ്ങൾക്ക് വേണ്ടി അമ്മ അങ്ങനെയൊക്കെ. അയ്യോ, എന്താ ഗോപുവും ആളും ഇതൊക്കെ? എനിക്ക് കഴിയും നിങ്ങളെ വെറുക്കാൻ. സുഭദ്രാമ്മയുടെ അമ്മ മുറിയില്ല. ഞങ്ങൾ നിർബന്ധിച്ച കുറച്ച് വെള്ളം കുടിക്കും. അല്ലാതെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വിഷമത്തോടെ പറയുന്ന ഗോപുവിനെയും ആളുവിനെയും നോക്കി ദുർഗ സുഭദ്രയുടെ മുറിയിലേക്ക് പോയി. സുഭദ്രാമേ. ദുർഗയുടെ വിളി കേട്ടത് സുഭദ്ര ഡോറിനടുത്തേക്ക് നോക്കി. കരഞ്ഞു തളർന്ന ആ കണ്ണുകൾ കാണേ ദുർഗക്ക് വല്ലാത്ത അലിവ് തോന്നി. അയ്യേ, എൻ്റെ സുഭദ്രാമ ഇങ്ങനെ കരയാണോ? ഞാനിങ്ങ് വന്നില്ലേ? അല്ലേലും എനിക്കറിയില്ലേ എൻ്റെ രാവണൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നു. മോളെ, മോളെ. ദുർഗയുടെ ഇരു കവിളുകൾ കയ്യിൽ കോരിയെടുത്ത് വിതുമ്പിക്കറിഞ്ഞവർ അവളുടെ കാലിലേക്ക് ഊർന്നു വീണു. അയ്യേ, എന്തീ കാണിക്കുന്നത്? എഴുന്നേൽക്ക്, ഇല്ല പിന്നെ ഞാൻ മിണ്ടാൻ പോലും വരില്ല. ദുർഗ തന്റെ കണ്ണുനീരിനെ പിടിച്ചു കെട്ടി സുഭദ്രയെ ചേർത്ത് പിടിച്ചു. പോട്ടെ, സാരില്ല, ഞാൻ വന്നില്ലേ. എൻ്റെ കോപവും ആളും അവനെനിക്ക് എൻ്റെ അനിയത്തിയുടെ കുട്ടികളല്ലേ. സുഭദ്രാമയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചെയ്യുന്ന അമ്മയും ചെയ്തുള്ളൂ. ഇനി അത് ഓർത്തു പോകരുത്. പറയുന്നതോടൊപ്പം അവരുടെ മിഴികൾ തുടച്ചു നീക്കി അവരിറുകെ പുണർന്നു ദുർഗ. ഡോറിൽ ചാരി ഇതെല്ലാം കണ്ട തറവാടിലെ ബാക്കിയുള്ളവർക്കും വല്ലാത്ത സന്തോഷം തോന്നി. ഒന്ന് കുളിച്ച് ഫ്രഷായി ദുർഗ ബെഡിലേക്ക് കിടന്നു. കവിളെല്ലാം ഇപ്പോഴും വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. പറഞ്ഞു പോകുന്ന വേദന. അവൾ തന്നെ ഫോൺ എടുത്ത് നോക്കി. ഇല്ല, കണ്ണേട്ടൻ്റെ മെസ്സേജോ മിസ് കോൾ പോലും കാണുന്നില്ല. അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. 2 ദിവസമായി. എവിടെ പോയതാ? ഓരോന്ന് ഓർത്ത് കിടന്ന അവൾ. മോളെ. അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മഹാലക്ഷ്മിയും സുഭദ്രയും വന്നു. സുഭദ്രയുടെ കയ്യിൽ ഒരു പാത്രത്തിൽ എന്തോ ഉണ്ട്. ആ, അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല, ദേ ഇത് മുത്തശ്ശി പറഞ്ഞു തന്ന കൂട്ട. ഇത് മുഖത്ത് പുരട്ടിയേക്ക്. ഈ നീരും കല്ലിപ്പും മുറിവെല്ലാം പെട്ടെന്ന് മാറും. പിന്നെ ദേ ഈ പാലിൽ കുറച്ച് പച്ചില മരുന്നും ചേർത്തിട്ടുണ്ട്. കുറച്ച് കയ്പുണ്ടാവും. കണ്ണു പൂട്ടി അങ്ങ് കുടിക്ക്. അയ്യോ, എനിക്ക് വേണ്ടമ്മേ, മെഡിസിൻ കഴിച്ചു. അതുപോരാ, ഇതൊക്കെ കുടിച്ചാൽ വേഗം മാറും. ഈ മുഖത്ത് പുരട്ടിയ 2 ദിവസം കൊണ്ട് ഈ നീരും കല്ലിപ്പൊക്കെ പോയി കിട്ടും. വാ മോളെ, ഇരിക്കും, ഞാൻ തേച്ചു തരാം. ആദ്യം ഈ പാൽ കുടിക്ക്. രണ്ടുപേരും നിർബന്ധിച്ച് അവളെ പാൽ കുടിപ്പിച്ചു. ദുർഗയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. അത്രയൊക്കെ കയ്പുണ്ടായിരുന്നു അതിന്. പതിയെ അവളുടെ മുഖത്ത് പച്ചില മരുന്ന് തേച്ചു കൊടുത്ത് സുഭദ്ര. ചെറിയൊരു നീറ്റിലും തണുപ്പും തോന്നി അവൾക്ക്. അമ്മേ. എന്താ മോളെ? അമ്മേ, അത് കണ്ണേട്ടൻ. അമ്മയുടെ മോള് വിഷമിക്കേണ്ട. നിന്നെ ഉപദ്രവിച്ചാൽ വെറുതെ വിടാൻ കഴിയാവിന്. രാവണ്ണ മോളെ അവൻ. അവൻ്റെ താണ്ഡവമാടി തീർത്തിട്ടേ അവൻ നിനക്ക് മുന്നിലേക്ക് എത്തും. ഉറച്ച വാക്കുകളോടെ പറയുന്ന മഹാലക്ഷ്മിയെ കണ്ട് അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു. ശക്തിയായി മുഖത്തേക്ക് വെള്ളം വന്ന് വീണതും ചന്ദ്രഹാസനും സരസ്വതി എല്ലാവരും പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുറ്റും ഇരുട്ട് മാത്രം. തലയൊന്ന് കുടഞ്ഞ് മുന്നോട്ട് നോക്കിയ എല്ലാവരും. ഒരു വലിയ ഇരുമ്പലോടെ ആ ബേസ്മെന്റിന്റെ ഡോർ തുറന്നു. മുന്നിലെ ഒരു രൂപത്തെ മാത്രമേ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞുള്ളൂ. അവരുടെ അടുത്തേക്ക് നടന്നു വരുന്തോറും അവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. ഞങ്ങൾ അഴിച്ചുവിടുന്നത് നിനക്ക് നല്ലത്. ചന്ദ്രാസൻ ധ്രുവാൻഷിനെ നോക്കി വലിഞ്ഞു മുറുങ്ങിയ മുഖത്തോടെ പറഞ്ഞു.
അവർ നോക്കിക്കൊണ്ട് തന്നെ ധ്രുവനൊന്ന് ചിരിച്ചു. എന്താ ചെയ്യാങ്കിൽ നിങ്ങൾ കളിച്ചത് ഈ ധ്രുവാൻ ശർമ്മയോടാ, അതും എൻ്റെ പെണ്ണിനെ എൻ്റെ അമ്മയും തൊട്ട്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ നോക്കി നിൽക്കുന്ന മിസ്റ്റർ ചന്ദ്രഹാസൻ? നിമിഷ നേരം കൊണ്ട് അത്രയും സമയം അവർക്ക് മുമ്പിൽ നിന്നവരുടെ മുഖം പാടെ മാറിയിരുന്നു. തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സർവ്വതും നശിപ്പിക്കാൻ പാകത്തിന് സംഹാരം താണ്ഡവമാടുന്നവനെ പോലെ തോന്നി അവർക്ക്. ധ്രുവൻ സേതുലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഒരൊറ്റ ചോദ്യം, അതിനുള്ള ഉത്തരം പെട്ടെന്നെന്നാ. നിങ്ങളുടെ യാത്ര അത്രയും പെട്ടെന്നാക്കി തരാം. സേതുലക്ഷ്മിക്ക് അവന്റെ മുഖം കണ്ട് വല്ലാത്ത ഭയം തോന്നി. അവനിൽ നിന്ന് അകന്നു പോകാൻ തോന്നിയെങ്കിലും കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിപ്പിച്ചുകൊണ്ട് കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവർക്ക്. പറയണം സേതുലക്ഷ്മി, എന്റെ അച്ഛനെ കൊന്നതാരാ? ഒരു നിമിഷം സേതുലക്ഷ്മി വിളറി വെളുത്തു. അവരുടെ മുഖമെല്ലാം വിയർപ്പ് തുള്ളികൾ പൊതിഞ്ഞു. പറയണം സേതുലക്ഷ്മി, എന്റെ അച്ഛനെ കൊന്ന ആരാണെന്ന് പറയാൻ! ധ്രുവന്റെ ഉച്ചത്തിലുള്ള അലർച്ചയിൽ സേതുലക്ഷ്മി ഞെട്ടിക്കൊണ്ട് പറയാൻ ശ്രമിച്ചു. ഇല്ല, എനിക്കറിയില്ല. ഇടറിക്കൊണ്ട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു സേതുലക്ഷ്മി. അറിയില്ല അല്ലേ? അന്ന് സർപ്പക്കാവിലേക്ക് എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെയൊക്കെ രാജേട്ടൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പൊ സത്യം പറ അപ്പച്ചി, ആരാ എന്റെ അച്ഛനെ കൊന്ന്? ഇല്ല, എനിക്കറിയില്ല, തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞ സേതുലക്ഷ്മി. ഓക്കെ, അപ്പൊ അപ്പച്ചിക്ക് അറിയില്ല. അപ്പച്ചിക്ക് ഈ നാഗത്തിന്റെ കടി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ സുഖം എന്താണെന്ന് അറിയണോ അപ്പച്ചിക്ക്? പിന്നില്ലാതെ അറിയിച്ചു കൊടുക്കേണ്ട ധ്രുവ എല്ലാത്തിനും. പറയിലൂടെ പറഞ്ഞുകൊണ്ട് കയറി വന്നു നിരഞ്ജൻ. റോക്കി! നിരഞ്ജൻ റോക്കി വിളിച്ചതും ഒരു വലിയ ഗ്ലാസ് കേജ് കൊണ്ട് തള്ളിക്കൊണ്ടു വന്നു. റോക്കി തള്ളിക്കൊണ്ടുവരുന്ന ഗ്ലാസ് കേജിലേക്ക് നോക്കി എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി. ഒരു കൂട്ടം പാമ്പുകൾ, എല്ലാം ഒരു ഇടത്തരം വലിപ്പമേ ഉള്ളൂ. എങ്കിലും ആ ഗ്ലാസ് കേജ് മുഴുവൻ തിളക്കുന്ന പുഴുക്കളെ പോലെ ഒരു കൂട്ടമുണ്ട്. എന്താ സേതുലക്ഷ്മി, കുറച്ചു സമയം നമുക്ക് അവരത്തൊന്ന് കളിച്ചാലോ? അപ്പൊ കഴിഞ്ഞല്ല അപ്പച്ചിക്ക് ഓർമ്മ വരുമോ നോക്കാം നമുക്ക്. അയ്യോ വേണ്ട, അയ്യോ വേണ്ട, അയ്യോ. ഏയ് പേടിക്കണ്ട, ഇത് അപ്പച്ചിയെ കടിക്കില്ല. പകരം ഈ കാലിലൊക്കെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ്. അയ്യോ വേണ്ട. റോക്കി! തന്നെ വിളിച്ചതിന് അർത്ഥം മനസ്സിലായ റോക്കി കൂടെയുള്ള ഗാർഡ്സിനെയും കൂടി സേതുവിന്റെ അടുത്തേക്ക് അവരെ ബലമായി പിടിച്ച ഗ്ലാസ് കേജിനടുത്തേക്ക് കൊണ്ടുവന്നു. വേണ്ട വേണ്ട! സേതുലക്ഷ്മി ഉറക്കെ അലറി വിളിച്ചു. ബാക്കിയുള്ളവരെല്ലാം ധ്രുവന്റെ ഓരോ ഭാവങ്ങളെ നോക്കി ഉമിനീരിറക്കി നോക്കി നിന്നു. ബലമായി പിടിച്ച് അതിലേക്ക് സേതുവിന്റെ കാല് വെക്കാൻ ഒരുങ്ങിയത്. ഞാൻ പറയാം പറയാം! സേതുലക്ഷ്മി ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു. ധ്രുവാൻ ഷോർ പറയാൻ പോകുന്ന നോക്കിയെന്നു. അത് പിന്നെ ഞാനാ നിന്റെ അച്ഛനെ കൊന്നു. സേതുലക്ഷ്മി പറഞ്ഞ് മുഴുമിക്ക് മുമ്പേ ചന്ദ്രഹാസൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചന്ദ്രഹാസന്റെ വാക്കുകൾ കേട്ട് ധ്രുവൻ അയാളെ ഇമോട്ടാൻ നോക്കി. നീ എന്ത് കരുതിയടാ പീറച്ചക്ക? ഇതെല്ലാം കണ്ട് ഞാനങ്ങ് പേടിക്കുമെന്നോ? ചന്ദ്രഹാസന്റെ പുച്ഛഭാവം സംസാരവും നോക്കി ധ്രുവൻ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവിടെ നിൽക്കുന്ന ഒരു ഗാർഡ്സിനോട് കണ്ണു കാണിച്ചവും അയാൾ മുന്നോട്ട് വന്ന് ചന്ദ്രഹാസന്റെ വാത്തോ. ചന്ദ്രഹാസന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. മുന്നിലെ കാഴ്ചയിൽ ബാക്കിയുള്ളവരുടെ ശരീരം വിറച്ചുപോയി. കാർത്തികയും ത്രീത്തും വിളിച്ചുപോയി. ചന്ദ്രഹാസന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. നിലത്തറ്റിക്കിടക്കുന്ന തന്റെ നാവിലേക്ക് നോക്കിയയാൾ വായിൽ നിന്ന് കൊഴുത്ത ചോര വരുന്ന കണ്ട് ബാക്കിയുള്ളവർക്ക് ശ്വാസം നിലച്ചു പോകും പോലെ തോന്നി. അവന്റെ മുന്നിലേക്ക് എത്തിപ്പെടാൻ തോന്നിയ നിമിഷത്തെ പോലും സ്വയം ശപിച്ചുപോയി അവർ. വീണ്ടും അവൻ സേതുലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ഇപ്പോഴും പറഞ്ഞില്ല സേതുലക്ഷ്മി, ആരാ എന്റെ അച്ഛനെ കൊന്നത്? എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എന്റെ അടുത്ത് നിങ്ങളുടെ ഒളിച്ചുകളി നടക്കില്ല സേതു. അത് വെപ്രാളത്തോടെ ആഞ്ഞു ശ്വാസം എടുത്തത് പതിയെ അവിടെ ഇരിക്കുന്ന ഒരാളിലേക്ക് വിരൽ ചൂണ്ടി സേതു. ക്രൂരമായ ചോരക്കണ്ണുകളോടെയുള്ള അവന്റെ നോട്ടം കണ്ട് സരസ്വതി വെട്ടി വിയർത്തു. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ധ്രുവനെ കണ്ട് സരസ്വതിയുടെ ശരീരം കിടുകിടാ വിറച്ചു. എങ്കിലും ഒരു ആത്മധൈര്യം വെച്ച് അവൻ അറപ്പോടെ നോക്കി. അതെ, ഞാൻ തന്നെയാ നിന്റെ അച്ഛനെ കൊന്ന്. കാവിലെ വിഷസർപ്പങ്ങളല്ല. എന്റെ ഈ കാലുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം സർപ്പത്തിനെ കൊണ്ട് ദംശിച്ച്. നീ എന്ത് കരുതി? എന്റെ അമ്മയുടെ ആദ്യ ഭർത്താവ് നാഗേന്ദ്ര പ്രതാപവർമ്മയുടെ മകനാ നിന്റെ അച്ഛൻ. ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഏട്ടൻ തന്നെയായിരുന്നു. പിന്നീട് എല്ലാ സ്വത്തിനും അവകാശം അയാളാണെന്നും ആ കാണുന്ന നാഗേന്ദ്രന്റെ ആസ്തികളാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ അച്ഛനുള്ള ബഹുമാനവും സ്നേഹമെല്ലാം പോയി. സ്വത്തുക്കൾ ഞങ്ങൾക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിന്റെ അച്ഛന്റെ അന്ത്യം. അത് നടപ്പിലാക്കിയത് ഈ ഞാൻ തന്നെയാ. നിന്റെ അച്ഛന്റെ ശ്വാസം നിലക്കുന്ന അറിഞ്ഞോളാം ഞാൻ. ഈ കാലുകൊണ്ട് അയാളുടെ കഴുത്ത് ചവിട്ടി ആ ശ്വാസം നിൽക്കുന്ന കണ്ട് ആനന്ദിച്ചുവിടാൻ ഞാൻ. ഈ നിൽക്കുന്ന ചന്ദ്രേട്ടനും സേതു ഒന്ന് കിടക്കാൻ പോലും കഴിയാത്ത വിധം പിടിച്ചമർത്തിയതാവനെ. നിന്റെ അച്ഛന്റെ വിശ്വസ്തനായ രാജേട്ടൻ തന്നെയാ സ്നേഹത്തോടെ അയാളെ കാവിലേക്ക് എത്തിച്ച്.
ഇനി എന്താണ് നിനക്ക് അറിയാനുള്ളത്? സരസ്വതി വീറോട് അവന് മുമ്പിൽ സീറിയതും അടുത്ത നിമിഷം സരസ്വതി നിലംപതിച്ചു. അമ്മേ! കാർത്തിക ഉറക്കെ അലറി. സരസ്വതിക്ക് തന്റെ തലയിൽ എന്തോ വന്ന് വീണ പോലെ തോന്നി. പാതി തുറന്ന കണ്ണുകളോടെ നോക്കിയ സരസ്വതി കയ്യിൽ ഇരുമ്പ് തണ്ട് പിടിച്ചിരുന്ന ധ്രുവനെ നോക്കി. തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തത്തിനോടൊപ്പം അവരുടെ ബോധവും മറിഞ്ഞിരുന്നു. റോക്കി! റോക്കി ധ്രുവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സർ, ഇവർ ചാവാറായിട്ടില്ല. ബോധം വരുമ്പോ അവരറിയണം തൊട്ട് കളിച്ചത് ഈ രാവണനെയാണെന്ന്. ഓക്കെ ഓക്കെ സർ. റോക്കി സരസ്വതി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ചന്ദ്രഹാസന്റെ മുഖത്തേക്ക് നോക്കി ധ്രുവൻ. ചന്ദ്രഹാസൻ അവനെയും അവന്റെ കയ്യിൽ ഇരുമ്പ് തണ്ടിൽ നിന്ന് ഇറ്റു വീഴുന്ന രക്തത്തിലേക്ക് നോക്കി. അയാളുടെ വായിൽ നിന്ന് അപ്പോഴും രക്തമൊഴുകുന്നുണ്ട്. കണ്ണുകൾ പാതിയടയാൻ പാകത്തിനായിട്ടുണ്ട്. പ്രാണൻ പോകുമ്പോഴൊന്ന് പിടയാൻ കഴിയാത്ത വേദന എന്താണെന്ന് നിനക്കറിയണ്ടേ ചന്ദ്രഹാസ? ചന്ദ്രഹാസൻ നിസ്സായതോടെ ധ്രുവനെ നോക്കി ഇരുഭാഗത്തേക്കും തലയാട്ടി. അറിയണം നീ. അതറിയിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ ചന്ദ്രഹാസ? തന്റെ കൂടെയുള്ള 2 ഗാർഡ്സിന് നേരെ കണ്ണുകൊണ്ട് കാണിച്ചതും അതിനർത്ഥം മനസ്സിലായ പോലെ അവർ ചെന്ന് ചന്ദ്രഹാസനെ കൊണ്ടുപോയി. ഒരു വലിയ ഐസ് ക്യൂബിന് മുകളിൽ അയാളുടെ വസ്ത്രം ഊരി മാറ്റി കിടന്നു. അയാൾ കിടന്ന് പിടക്കാൻ തുടങ്ങിയതും അയാളുടെ കൈകാലുകൾ ബലമായി ബന്ധിപ്പിച്ചു. എല്ലാം ഒരു നിർവികാരതയോടെ നോക്കി നിന്നു ബാക്കിയുള്ളവർ. സമയം കടന്നു പോകുന്തോറും ചന്ദ്രഹാസന് തന്റെ ശരീരം വിറങ്ങലിച്ചു പോകും പോലെ തോന്നി. ശ്വാസം വിങ്ങി തന്റെ കണ്ണുകളെല്ലാം അടഞ്ഞു പോകും പോലെ. ധ്രുവൻ അയാൾ അതിൽ നിന്നും മോചിപ്പിച്ച് തറയിലേക്ക് കിടത്തി. ആ നിമിഷം ചന്ദ്രഹാസന്റെ ഉള്ളിൽ ധ്രുവനോട് ആദ്യമായി ഭയം തോന്നിപ്പോയി. ഇനി അവൻ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന ആകുലതയോടെ അവനെ നോക്കിപ്പോയി. എന്നാൽ ഉരുകി തീർന്ന ഐസ് ടേബിളിൽ വീണ്ടും വലിയൊരെണ്ണം കൊണ്ടുവച്ച് വീണ്ടും ചന്ദ്രഹാസൻ അതിന് മുകളിൽ കിടത്തി. മണിക്കൂറുകൾ കഴിയുന്തോറും ചന്ദ്രഹാസന് തന്റെ രക്തമെല്ലാം കട്ടുപിടിക്കും പോലെ തോന്നി. തന്റെ ശരീരം മരവിച്ച് തന്റെ ശ്വാസം ഇപ്പോൾ നിലച്ചു പോകുമെന്ന് തോന്നിപ്പോയി അയാൾക്ക്. സമയം കടന്നു പോകുന്നതിനോടൊപ്പം ഒരു പ്രതിമ പോലെ അയാൾ മരവിച്ചു. കണ്ണുകൾ പതിയെ അടഞ്ഞു. ഗ്ലാസ് കേജിന് മുമ്പിൽ നിൽക്കുന്ന സേതുലക്ഷ്മി ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ധ്രുവൻ തന്റെ മുമ്പിലായി വന്നു നിന്നു അവളുടെ ശരീരം വെട്ടിവിറച്ച്. എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ് മോനെ ധ്രുവ. സേതുലക്ഷ്മി ഭയം കൊണ്ട് അവൻ അലിവോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഹാ, എങ്ങനെ പേടിക്കാതെ സേതു? ഒന്നില്ലെങ്കിൽ അത്രയും വലിയ ധൈര്യശാലിയല്ലേ മോനെ ഞാൻ. റോക്കി! സേതു എന്തോ പറയും മുമ്പേ അവൻ റോക്കിയെ വിളിച്ചു. റോക്കി തലയാട്ടിക്കൊണ്ട് സേതുലക്ഷ്മി എടുത്ത് ആ ഗ്ലാസ് കേജിലേക്ക് ഇട്ടു. സേതുലക്ഷ്മി അതിൽ കിടന്ന് അലറി വിളിച്ചു. അവരുടെ കാലുകളിലൂടെയും ശരീരത്തിലൂടെയും പാമ്പുകൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. അലറി അലറി പേടിച്ചു വിറച്ചു സേതുലക്ഷ്മി. ഒരു പാമ്പ് തന്റെ കഴുത്തിലൂടെ ചുറ്റി കവിളിലേക്ക് വന്ന് പതിച്ചു നിന്നു. ഉറക്കെ അലറിക്കൊണ്ട് സേതു പതിയെ കണ്ണുകളടച്ചു. സേതു ബോധം മറഞ്ഞുപോയിരുന്നു. ധ്രുവൻ പിറകിലേക്ക് നോക്കി. ചോരക്കണ്ണുകളോടെ തങ്ങൾ നോക്കുന്ന ധ്രുവനെ കണ്ട് കാർത്തിക പോലും വിറച്ചു തുടങ്ങി. ജിതേന്ദ്രന്റെ മുമ്പിലായി വന്നു നിന്ന ധ്രുവൻ അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ പെണ്ണിനെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്ത രംഗമോർത്തു. ഇരുകണ്ണുകളും ഇറുക്കി അടച്ച് തന്റെ കയ്യിൽ മുറുകെ പിടിച്ച ചെറിയ കത്തി കൊണ്ട് അവന്റെ മുഖമടക്കി ഒരു തൊഴി കൊടുത്തു. കിട്ടിയടിയിൽ ജിതേന്ദ്രനൊന്ന് വേച്ചുപോയി. ഒരടിയിലെ തനിക്ക് കിട്ടിയെന്ന ചിന്തയിൽ നിന്നപ്പോഴാണ് അവന്റെ വസ്ത്രത്തിൽ പടരുന്ന രക്തം അവൻ ശ്രദ്ധിച്ചു. ചെറുതായി തുടങ്ങിയ നീറ്റിൽ അതിന്റെ വേദന കഠിനമാവുമെന്ന് തോന്നിയ ജിതേന്ദ്രൻ മുന്നോട്ട് നോക്കിയതും കണ്ടു തന്റെ ഇരുവാധരങ്ങളും മുറിഞ്ഞ് നിലത്തിടക്കുന്നു. അവൻ ഉറക്കി അലറി. വാപുത്തി പിടിക്കാൻ നോക്കിയതും ചുണ്ടുകൾ ശൂന്യമാണ്. രക്തം കയ്യിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ഇന്ദ്രയത്തിനും കാർത്തികക്കും സ്വാസികക്കും തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നേർത്തു ഉള്ളു പിടഞ്ഞു. നീ തൊട്ടത് ഈ രാവണന്റെ പെണ്ണിനെയാ. അപ്പൊ ഈ രാവണന്റെ ശിക്ഷയും വ്യത്യസ്തമായിരിക്കും. പറഞ്ഞിരുന്നതിനോടൊപ്പം ഇന്ദ്രയത്തിന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങി. പകപ്പോട് നോക്കി ഇന്ദ്രയത്ത് തന്റെ തുടയിലൂടെ തുളഞ്ഞു കയറിയ കമ്പിയിലേക്ക് നോക്കി. അവൻ വേദന കൊണ്ട് അലറി വിളിച്ചു. നിനക്കൊക്കെ വേദന എന്താണെന്ന് അറിയോ? വേദന നീയൊക്കെ കാണാൻ പോന്നേയുള്ളൂ ഇന്ദ്ര. വേണ്ട വേണ്ട ധ്രുവ, ഞങ്ങൾ വിട്ടേക്ക്. വേദന കടിച്ചമർത്തി പറഞ്ഞു ഇന്ദ്രൻ. അതൊന്നും ഗൗനിക്കാതെ പൊട്ടിച്ചിരിച്ചു ധ്രുവാൻഷ്. നിങ്ങളെക്കാത്ത ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, കാണണ്ടേ നിങ്ങൾക്ക്? അങ്ങോട്ട് നോക്ക്. ധ്രുവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവർ എന്തിലോ ഒരു വലിയ കർട്ടൻ മൂടി വെച്ചിട്ടുണ്ട്. ഗാർഡ്സിൽ ഒരാൾ വന്നത് മാറ്റിയതും ഒരു വലിയ ഗ്ലാസ് കേസ്. അതിൽ നിറയെ പിരാനയെ കണ്ടതും കണ്ണു തള്ളി നോക്കിപ്പോയി അവർ. ഹാപ്പിയായ രണ്ടുപേരും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആമസോൺ നദികളിൽ നിന്ന് എത്തിച്ചതാ. കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും നിങ്ങളെ സൽക്കരിക്കുമ്പോൾ ഒരു കുറവ് വരാൻ പാടില്ലല്ലോ. വേണ്ട ധ്രുവ, ഞങ്ങളത് ചെയ്യരുത്. നിന്റെ കൂടെ പുറപ്പെടാ ഞങ്ങള്. അതേടാ, ഇന്നലെ വരെ നീയൊക്കെ ചെയ്തു കൂട്ടുമ്പോ ചിന്തിച്ചോ? അവരെ പൂച്ഛിച്ചുകൊണ്ട് ധ്രുവാൻഷ് തന്റെ ഗാർഡ്സിനെ നോക്കി പറഞ്ഞതും ഇരുവരെയും വലിച്ചിഴച്ച ആ ഗ്ലാസ് കേജിന് മുന്നിൽ കെട്ടിത്തൂക്കി. അവരുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തം താഴെയുള്ള ഗ്ലാസ് കേജിലേക്ക് വീണതും അതിലെ പിരാനകളെല്ലാം കടിച്ചു തിന്നാൻ പാത്തിന് നിൽക്കുന്ന കണ്ട് ഇന്ദ്രയിത്തും ജിതേന്ദ്രനും പ്രതീക്ഷ പോലെ നോക്കി ധ്രുവനെ. എന്നാൽ ഒരു പുൻസിരിയോട് അവൾ കയറിലെ പിടുത്തമിട്ടതും ഇരുവരും ആ വെള്ളത്തിലേക്ക് വീണു. രക്തത്തിന്റെ മണമറിഞ്ഞ പിരാനകൾ അവരുടെ ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി.
ആ ഗ്ലാസ് കേജിലെ വെള്ളം മുഴുവൻ രക്തത്തിന്റെ നിറം പടർന്നു. കയർ പിടിച്ച് മുകളിലേക്ക് വലിച്ചതും അങ്ങിങ്ങായി മാംസം നഷ്ടപ്പെട്ട ഇരുവരെയും നോക്കി പൂച്ഛിച്ചു ധ്രുവൻ. ജിതേന്ദ്രന്റെ ഇരുകണ്ണുകൾ നഷ്ടപ്പെട്ടിരുന്നപ്പോൾ ഇന്ദ്രിയത്തിന്റെ തലയുടെ ഒരു ഭാഗം നഷ്ടമായിരുന്നു. ഇരുവരെയും വീണ്ടും ആ വെള്ളത്തിലേക്ക് മുക്കി. നിമിഷ നേരം കൊണ്ട് അതിൽ കേൾക്കുന്ന അവിടെ ശബ്ദം കുറഞ്ഞു വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.